നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തങ്ങളുടെ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന ഹമാസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇരുകൂട്ടരും തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഭീഷണി. ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്ത നടപടി ആലോചിക്കുന്നുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഞങ്ങൾക്ക് പൊതുവായൊരു പദ്ധതിയുണ്ട്, എന്നാൽ അത് ഇപ്പോൾ പരസ്യമാക്കാനാവില്ല. അവർ ഒന്നൊഴിയാതെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ള സംയുക്ത പ്രസ്താവനയിലാണ് നെതന്യാഹുവിന്റെ പരാമർശം. ഹമാസിന്റെ സൈനിക ശേഷിയെയും ഗാസയിലെ അവരുടെ ഭരണവും ഞങ്ങൾ ഇല്ലാതാക്കും. ഞങ്ങൾ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരും. ഇനിയൊരിക്കലും ഗാസ ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയെപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതിയെ ശക്തമായ നീക്കമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ആശയം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ജോർദാനിലും ഈജിപ്തിലുമായി അധിവസിപ്പിച്ച് ഗാസയെ പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രദേശമായി മാറ്റുക എന്നതാണ് ട്രംപിന്റെ പദ്ധതി. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയിരിക്കെയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള കൂടുതൽ ബന്ദികളെ വിട്ടയക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ശാശ്വതമായ പ്രശ്ന പരിഹാര കരാർ, ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ എന്നിവയെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല. അതേസമയം വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഗാസയിൽ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 പോലീസുകാർ മരിച്ചെന്ന് ഹമാസ് അറിയിച്ചു. തെക്കൻ നഗരമായ റാഫയിലെ അൽ ഷൗക്കയിൽ സഹായം സ്വീകരിക്കാനായി വിന്യസിച്ചിരുന്ന പോലീസുകാരാണ് ഇവരെന്നും ഗാസയുടെ ഭരണാധികാരികളായ ഹമാസ് പറഞ്ഞു. 2 പോലീസുകാർ സംഭവ സ്ഥലത്തും ഒരാൾ ചികിത്സയിൽ ഇരിക്കുകയുമാണ് മരിച്ചത്. ആയുധധാരികളായ ഒട്ടേറെ പേർ ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നത് കണ്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 6ാം വട്ട ബന്ദി തടവുപുള്ളി കൈമാറ്റം നടന്നതിന്റെ പിറ്റേന്നാണ് ഈ ആക്രമണം. 3 ഇസ്രായേലി ബന്ദികളെ ഹമാസും 369 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും ശനിയാഴ്ച വിട്ടയച്ചിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ നടത്തുന്ന 2ാമത്തെ വ്യോമാക്രമണമാണ് ഞായറാഴ്ചത്തേത്. മധ്യ ഗാസയിൽ സംശയകരമായ വാഹനം കണ്ടുവെന്ന് പറഞ്ഞ ഈ മാസം 2-ന് അവർ വ്യോമാക്രമണം നടത്തിയിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ കടന്നുകയറിയതിന് പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ 48,000-ലേറെ പേർ പലസ്തീൻകാർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്.